Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off and get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down, I'll be getting loud. You can have your doubts, not what I'm about, have your cloud, it be raining now. I keep making sound, go another round, I'm legend bound, can't stop me now. ആ ഒരു ഈവനിങ്ങിലേക്ക് വണ്ടി നിർത്തിട്ടാ എന്തരടേ വണ്ടി ഒന്നും നിർത്താൻ സമ്മതിക്കണില്ല, ആകെ പ്രശ്നമാണ്. ആളിറങ്ങട്ടെ അണ്ണാച്ചി എന്റെ പൊന്നിടാ, ഇതാ അവസ്ഥോ. അന്തിമയങ്ങാനൊരുങ്ങും നേരത്ത് ഇന്ത്യയുടെ ഇങ്ങറ്റത്ത് നിന്നും കന്യാകുമാരിയിലെ സായന്തന വേളയിലെ ഈ വർണ്ണവിസ്മയ കാഴ്ചകളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മളൊരു യാത്ര തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. കാണാത്ത കാഴ്ചകളെ തേടി അറിയാത്ത നാടുകളിലൂടെ കേൾക്കാത്ത ഭാഷകൾ കേട്ട് വഴിയിൽ നിന്നും പെറുക്കിയെടുക്കുന്ന സൗഹൃദങ്ങൾക്ക് കൂട്ടായി ഈ ഒരു യാത്ര. സ്വന്തമായി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മറ്റാരെയും ആശ്രയിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ഏതൊരു സാധാരണക്കാരനും ചുരുങ്ങിയ ചെലവിൽ യാത്രകൾ ചെയ്യാം എന്നുള്ളൊരു തിരിച്ചറിവ് നേടിക്കൊടുക്കാനായി ഇന്ത്യയുടെ ആഴങ്ങളിലേക്ക് ഇതാ ഹിൽ കാച്ചറിൻ്റെ ക്യാമറയുമായി ഞാൻ തുടങ്ങുന്ന യാത്ര. കേരള ടു ഇന്ത്യ ട്രിപ്പ് ഈസ് സ്റ്റാർട്ട് നൗ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ് കേട്ടോ. ബാക്കിൽ കാണുന്നതാണ് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തിരുനെൽവേലി ട്രെയിനിലാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ അത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ, ബസ്സിൽ 2 മണിക്കൂറോളം ഇരുന്നിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ബസ്സിൽ ഞാൻ ഒരു തവണ പോയിട്ടുള്ളതാണ്. അപ്പോൾ ട്രെയിനിൽ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ട്രാൻഡ്രം വഴി തിരിച്ചു പോകുന്നില്ല എന്ന് നമ്മൾ തീരുമാനം എടുത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇന്ത്യയെ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുമല്ലേ. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും പോകുന്ന, നമ്മളെപ്പോഴും കാണുന്ന ഒരു റൂട്ടാണ് തിരുവനന്തപുരം കൊല്ലം വഴി ആലപ്പുഴ എറണാകുളമൊക്കെ വഴി നമ്മൾ നേരെ കേരളത്തിലേക്ക് കയറുന്നത്. പക്ഷേ നമ്മൾ കയറാൻ പോകുന്നത് പാലക്കാട് വഴിയാണ് കേട്ടോ. അതായത് തിരുനെൽവേലിയിൽ നിന്ന് മധുര വഴി കോയമ്പത്തൂർ പാലക്കാട് വഴിയാണ് നമ്മൾ കേരളത്തിലേക്ക് ഇനി ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ട്രെയിനൊക്കെ നോക്കിയിട്ട് നേരെ മിന്നാൻ നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കാണ്. ടിക്കറ്റ് വരുന്നത് 65 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതാണ് നമ്മുടെ ട്രെയിന്, താമ്പരം ടു നാഗർകോവിൽ. ഇതാണ് നമ്മുടെ ട്രെയിൻ. 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി ഇരിക്കുന്നത്. നേരെ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് അവിടെ നിന്ന് നൈസായിട്ട് അപ്പുറത്തോട്ട് ചാടാൻ നോക്കാം. ഇനി ഒരു 3/4 മണിക്കൂർ കൂടി സമയമുണ്ട് കേട്ടോ. 3:50 ഈ ട്രെയിൻ എടുക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരുനെൽവേലി എത്തുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി ട്രെയിനിൽ കയറാൻ പോകാൻ കേട്ടോ. അപ്പോൾ ട്രെയിനിൽ എന്നൊക്കെ പറയുന്നത് ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ആ അറ്റം മുതൽ ഈ അറ്റം വരെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, അൺറിസർവ്ഡ് ആണ്. ആർക്ക് വേണേലും എവിടെ വേണേലും കയറിയിട്ടിരിക്കാം. താമ്പരം, അതായത് ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ, നാഗർകോവിലിൽ നിന്നും. അപ്പോൾ എനിക്കൊരു കമ്പനീനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരുനെൽവേലി വരെ ഉള്ളൂ, എന്നാലും നമുക്കൊരു കമ്പനി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അല്ല, പേരെന്നാ? மகேஷ். எங்கே போகிறேன்? தாம்பரம். இங்கே இல்லை, அங்கே ரொம்ப வெயில். வெயிலൊന്നും കൊള്ളണ്ട, സീനാണ്. ചെന്നൈയിൽ ഇപ്പോൾ എന്താ ക്ലൈമറ്റ്? தாம்பரம் சென்னை தானே? கண்டிப்பா எனக்கு தெரியாது அந்த ஸ்டேஷனை பற்றி, நான் எதுவுமே கேட்காது. இது வந்து எத்தனை மணிக்கூர் எடுக்கும் அங்கே ஏற்றுறதுக்கு? 14 மணிக்கூர். நாளை காலைக்கு முன்னாடி 6 மணி நேரத்துக்கு. அப்படியா? சென்னை சிஎஸ்டி சென்னை சென்ட்ரல் போகாது. ഓക്കെ, എൻജോയ് പണിக்கலாம், സ്റ്റാർട്ട് பண்ணலாம் நம்ம ജേണി. ഒരു വിൻഡോ സീറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അവനെ നേരെ ഓപ്പോസിറ്റും ഞാനിതാ നേരെ ഓപ്പോസിറ്റ്. ലോങ് സീറ്റാണ്, സൈഡ് സീറ്റല്ല. സിംഗിൾ സീറ്റ് കിട്ടിയില്ല. സിംഗിൾ സീറ്റ് ഇരുന്നാലും പ്രശ്നമാണ്. ഈ ട്രെയിനിലൊക്കെ നല്ല തിരക്ക് വരുന്ന ട്രെയിനാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ടാണ് തിരക്കായി വരുന്നുള്ളൂ. ഇനി 2 സ്റ്റേഷനൊക്കെ കഴിഞ്ഞാണ്ടല്ലോ, തിരുനെൽവേലിക്ക് മുന്നേ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആ സൈഡ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലഗേജും എല്ലാം കൂടി നമ്മളിട്ട് കൂടുന്ന് കുത്തും. അതാണ് ഞാൻ ഈ ഒരു വിൻഡോ സീറ്റ് പിടിച്ചത്. ഞാൻ ജോളാർപേട്ടയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ ഓർമ്മ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരിക്കൽ
കിട്ടിയ പണി നമ്മൾ പിന്നെ ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കില്ല. നാഗർകോവിലിൽ നിന്നും തിരുനെൽവേലിയിലേക്കുള്ള ആദ്യത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ആരൽ വായ്മൊഴി കന്യാകുമാരി ജില്ലയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൻമിൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഭൂപ്രകൃതി മനോഹരമായ സ്ഥലങ്ങളും കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഈ യാത്ര മുന്നോട്ട് പോകാം. ആരംഭിക്കലാമാ. ട്രെയിന് ഫസ്റ്റ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റേഷനുകൾ കടന്നു പോയിട്ടുണ്ട്. നല്ല പടയായിരുന്നു കേട്ടോ. ഇവിടെയാണ് ഒന്ന് നിർത്തിയത്. അതാണ് അവസ്ഥ. നല്ല പട, ഒരു രക്ഷയില്ലാത്ത പട ഇവിടെ കിടക്കുന്നത്. വള്ളിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് അത്യാവശ്യം ലോഡായിട്ടുണ്ട് വണ്ടി. അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏകദേശം നമ്മൾ യാത്രകളിൽ നിന്ന് തന്നെ ഒരുപാട് എക്സ്പീരിയൻസുകളായി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് അറിയാം. ഇത് അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഫുള്ളാവും. നല്ല തിരക്കായിരിക്കും, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെന്തായാലും നമുക്കധികം യാത്രയൊന്നുമില്ല. നമുക്കിനി ഏകദേശം ഒരു അരമണിക്കൂറോളം വരുന്നുള്ളൂ കേട്ടോ. വള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി ഇനി ഇവിടെ നിന്ന് എടുക്കുക, അടുത്ത മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മള് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ തിരക്ക് നോക്കിയേ. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇനി നല്ല തിരക്കായിരിക്കും. ഇപ്പൊ തന്നെ ഓൾറെഡി അത്യാവശ്യം തിരക്കാണ് ട്രെയിനില്. ഇനി കേറാനുള്ള ആൾക്കാരാണ്. എല്ലാം ജനറൽ ആയതുകൊണ്ട് എല്ലാരും കൂടി വലിഞ്ഞു വാരി കയറും. അനുഭവം ഗുരു. അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്. നമ്മൾ രക്ഷപ്പെട്ടു. എന്തോ ഒരു ഭാഗ്യത്തിന് തിരുനെൽവേലി നമ്മള് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തിരുനെൽവേലി ആ ഒരു ഈവനിങ്ങിലേക്ക് വണ്ടി നിർത്തിട്ടാ എന്തരടേ വണ്ടി ഒന്നും നിർത്താൻ സമ്മതിക്കണില്ല. ആകെ പ്രശ്നമാണ്. ആളിറങ്ങട്ടെ അണ്ണാച്ചി എന്റെ പൊന്നിടാ. ഇതാ അവസ്ഥട്ടോ. ഞാനും എന്റെ ബാഗ് ഇറങ്ങണതിന് മുന്നേ അവരൊക്കെ പാടെ വെലിഞ്ഞട് കയറി. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫോണ് സേഫ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒക്കെ പാടെ തലകുത്തി മാറുന്നേ. എനിക്കറിയാം ഇതിങ്ങനെ വരൂ. അതല്ലേ ഞാൻ തിരുനെൽവേലി ഇറങ്ങാൻ തന്നെ കാരണം. അപ്പൊ നമ്മൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ഈ ഒരു തിക്കും തിരക്കും ബഹളത്തിൽ നിന്നെല്ലാം ഒന്ന് മാറാം. തിരുനെൽവേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ തിരുനെൽവേലി. അത് മറ്റുള്ളവര് പറഞ്ഞ ഒരു അറിവിലൊന്നല്ല, എന്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത തിരിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോ എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ പിന്നാലെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബാഗ് ഞാൻ അന്നത്തെ യാത്രയിൽ ആ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോ ഇന്ന് നമ്മള് ഇപ്പോ തിരുനെൽവേലി എത്തിയിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ഇവിടുത്തെ ചൂട് ഹൽവ, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ വയലൻസിനോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലെ മലബാർ തലശ്ശേരി പോലെയാണ് തിരുനെൽവേലി തമിഴ്നാട്ടിൽ കേട്ടോ. അതായത് നല്ല അടിപൊളി ഫുഡ് ഐറ്റംസുകളും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹൽവ കാര്യങ്ങളൊക്കെ ചൂടോടെ കിട്ടുന്ന ഒരു പ്ലേസ് കൂടിയാണ്. എന്താ പറയാ, നെഗറ്റീവ് പറയുമ്പോൾ പോസിറ്റീവും പറയണ്ടേ. അപ്പോ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അനുഭവിച്ച് അറിഞ്ഞ്
അത് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു തിരിച്ചറിവ് ഞാൻ നിങ്ങളിലേക്ക് യാഥാർത്ഥ്യമായി എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാണ്. തിരുനെൽവേലിയിലെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു മനോഹരമായ വീഡിയോ കാണുന്നവരേക്കും നേരെ കിടക്കാം.